നന്മ 24ലേക്ക് സ്വാഗതം. കാക്കനാട് പാട്ടുപരക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഈ പ്രാവശ്യം വിപുലമായിട്ടുള്ള നവരാത്രി ആഘോഷമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സാംസ്കാരിക സമ്മേളനം അതുപോലെ തന്നെ വിവിധ കലാപരിപാടികളോടെയാണ് ഈ പ്രാവശ്യത്തെ നവരാത്രി ആഘോഷം. അമ്മേ നാരായണ, ദേവി നാരായണ. ഞാൻ കാക്കനാട് പാട്ടുപുരക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് ശ്രീ വിനീസ് ചിറക്കപ്പൊടി. നമുക്കറിയാം, കാക്കനാട് പാട്ടുപുരക്കാവ് ദേവീക്ഷേത്രത്തിലെ ഈ പ്രാവശ്യത്തെ നവരാത്രി മഹോത്സവം വളരെ വിപുലമായ രീതിയിലാണ് നമ്മൾ ആഘോഷിക്കുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. 10 ദിവസത്തെ അതിവിപുലമായ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഒക്ടോബർ 3-ാം തീയതി ആരംഭിച്ച് 13-ാം തീയതി നവരാത്രി ആഘോഷം അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പരിപാടികളോടുകൂടി വളരെ ഭംഗിയായിട്ടാണ് നമ്മളിതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആദ്യ ദിവസം തന്നെ, അതായത് 3-ാം തീയതി, ഒരു സാംസ്കാരിക സമ്മേളനമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന പരിപാടി വളരെ വിപുലമായ രീതിയിൽ അതിനുശേഷമുള്ള കലാപരിപാടികളും മറ്റുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു നവരാത്രി ആഘോഷം ഇപ്രാവശ്യം കാക്കനാട് പാട്ടുപുരക്കാവ് ദേവീക്ഷേത്രത്തിൽ നമ്മൾ നടത്തപ്പെടുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവണം എന്ന് ഞാൻ വളരെ പ്രത്യേകിച്ച് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം, ഞാൻ എം മഹേഷ്, ഉപദേശ സമിതിയുടെ സെക്രട്ടറിയാണ്. ഒക്ടോബർ 3 മുതൽ 13 വരെയും നടക്കുന്ന വിപുലമായ പരിപാടികളാണ് ഇത്തവണ ഉപദേശ സമിതി പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് 5 ദിവസം ഉത്സവം നടക്കുന്ന ആ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടുകാരായ ആളുകൾക്ക്, കലാകാരന്മാർക്കൊന്നും അവസരം കൊടുക്കാൻ പറ്റാറില്ല. കാര്യം എല്ലാവർക്കും തന്നെ അറിയാം. നമുക്ക് കുറച്ച് ദിവസം സമയമുള്ളൂ, ഈ നേരത്തെ സമയം. അപ്പോൾ ഈ ഒരു 10 ദിവസവും നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്, കാക്കനാട് നിവാസികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുമക്കളുടെയും മുതിർന്ന ആളുകളുടെയും സ്റ്റേജ് കിട്ടാത്ത ആളുകൾക്കൊക്കെ നമ്മൾ സ്റ്റേജ് കൊടുക്കുകയാണ്. അപ്പോൾ 3-ാം തീയതി മുതൽ 3-ാം തീയതി സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞാൽ അന്നും നമുക്ക് 2 ഭരതനാട്യമൊക്കെ ഉണ്ട്. അതിനുശേഷം 4-ാം തീയതി മുതൽ ഗംഭീരമായ പരിപാടികൾ, കൈകൊട്ടി കളികളുണ്ട്, തിരുവാതിര കളികളുണ്ട്, അതുപോലെ ഭജൻസ് ഉണ്ട്, അരങ്ങേറ്റങ്ങൾ, നൃത്യങ്ങൾ, അരങ്ങേറ്റങ്ങൾ, അതുപോലെ നമ്മളുടെ നാട്ടുകാരുടെ ഒരു കാക്കാടിൻ്റെ കലാകാരൻ വിഷ്ണു പാട്ടുപുരയ്ക്കലിൻ്റെ മേളം അരങ്ങേറ്റമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലുള്ള കുട്ടികളുടെ സോപാന സംഗീത അരങ്ങേറ്റമുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഡാൻസ് സ്കൂളുകളുടെ കുട്ടികളുടെയൊക്കെ അരങ്ങേറ്റങ്ങളുണ്ട്. ബാൻഡ് മ്യൂസിക്സിൻ്റെ ഭജൻസ് ഉണ്ട്. അതുപോലെ ഏറ്റവും മഹാനവമിയുടെ അന്ന് നമ്മളുടെ ഒരു വലിയൊരു ആകാശവിസ്മയ കാഴ്ച നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നല്ലൊരു വിപുലമായ പരിപാടിയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു പരിപാടിയുടെ വിജയിപ്പിക്കുന്നതിലൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് പുറകിൽ ഞങ്ങൾ സഹായിച്ച ആളുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഉപദേശ സമിതിയുടെ ഭരണസമിതി കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ അമ്പലത്തിൻ്റെ മേൽശാന്തിയും കീഴ്ശാന്തിയും ഉൾപ്പെടെ, ദേവസ്ഥൻ്റെ ഭാരവാഹികൾ, ദേവസ്വം മാനേജർ സ്മിത മാഡം ഉൾപ്പെടെ എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരും, നമ്മുടെ പാട്ടുപുരയ്ക്കാവ് മക്കളെല്ലാവരും ഇവിടെ വരണമെന്നും ഇതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങൾ തരണമെന്നും അമ്മയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ 3-ാം തീയതി നടത്തുന്ന സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് CN രാമചന്ദ്രൻ സാർ അവറുകളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷകനായിട്ട് എത്തുന്നത് സംസ്കൃത സർവകലാശാലയുടെ, അതായത് കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ദിലീപ് സാറാണ് മുഖ്യ പ്രഭാഷകനായിട്ട് എത്തുന്നത്. അതുകൂടാതെ തന്നെ വളരെ പ്രധാനപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തെയ്യം കലാരൂപത്തിന്, ചരിത്രത്തിലാദ്യമായിട്ട് തെയ്യം കലാരൂപത്തിന് രാഷ്ട്രപതിയിൽ നിന്നും പത്മശ്രീ ബഹുമതി ലഭിച്ച ശ്രീ നാരായണ പെരുവണ്ണാൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിൻ്റെ വിശിഷ്ട അതിഥിയായിട്ട് എത്തുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ മേഖലകൾ, അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിലെല്ലാം പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ, അതായത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ, തൃക്കാക്കര പോലീസ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതുകൂടി ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ വളരെ വലിയൊരു പ്രത്യേകത കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻകാലങ്ങളിൽ ഇവിടെ ഇരുന്ന മേൽശാന്തിമാരെ, പിരിഞ്ഞു പോയിട്ടുള്ള മേൽശാന്തിമാരെ ആദരിക്കുന്നു. അതുപോലെ സാംസ്കാരിക മേഖലകളിൽ കലാപരമായിട്ടും മറ്റും കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളുകൾക്കുള്ള ആദരവുകൾ കൊടുക്കുന്നു. ഇതെല്ലാം ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടി ആണ് എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടികളുടെ പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്നത് 10-ാം തീയതി വൈകുന്നേരം ദീപാരാധനയോട് കൂടിയാണ് പൂജ വെക്കാൻ ആരംഭിക്കുന്നത്. അപ്പോൾ നട തുറക്കുന്ന സമയം മുതൽ ദേവസ്ഥൻ്റെ കൗണ്ടറിൽ അതിനുള്ള രസീതൊക്കെ വാങ്ങി
പുസ്തകം പൂജയ്ക്ക് വെക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ആരംഭിക്കും. 11-ാം തീയതി നട അടയ്ക്കുന്നതോടെ വരെയാണ് നമ്മൾ പൂജയ്ക്ക് വെക്കേണ്ട ബുക്ക് വരെ ഏൽപ്പിക്കേണ്ട ടൈം. അതിനുശേഷം 12-ാം തീയതിയുടെ പൂജ പുസ്തകം ദേവിയുടെ നടക്കിൽ പൂജയ്ക്ക് ഇരിക്കും. 13-ാം തീയതി രാവിലെ 8 മണി മുതലാണ് പുസ്തകം പൂജ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പുസ്തകം 10-ാം തീയതി വൈകുന്നേരം മുതൽ പുസ്തകം പൂജയ്ക്ക് എടുക്കുകയും 11-ാം തീയതി വരെയും പൂജ അത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് 12-ാം തീയതി പൂജയ്ക്ക് ഇവിടെ ദേവിയുടെ നടക്കിൽ വെച്ച ശേഷം 13-ാം തീയതി രാവിലെ 8 മണി മുതൽ വിദ്യാരംഭത്തിൻ്റെ അന്ന് പുസ്തകം എടുക്കുകയും അധ്യക്ഷം കുറിക്കുന്ന കുട്ടികൾക്കെല്ലാം അധ്യക്ഷം കുറിക്കുന്നതിനുള്ള എല്ലാ സൗകര്യവും നമ്മൾ അമ്പലത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വിജയദശമിയുടെ അന്ന് നമ്മുടെ എല്ലാ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും പ്രഭാത ഭക്ഷണം കൂടി കഴിച്ചിട്ട് പോകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നവരാത്രിയുടെ ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദേവിയുടെ 9 ഭാവങ്ങളെ ആണ് നമ്മളിവിടെ നവരാത്രിയുമായി ബന്ധപ്പെട്ട് ആരാധിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 9 കുട്ടികൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കുമാരി പൂജ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ മഹാനവമിയുടെ അന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. 9 കുട്ടികൾക്ക് ദേവിയുടെ 9 ഭാവങ്ങൾ ആണ് ആ 9 കുട്ടികളിലേക്ക് നമ്മൾ ആവാഹിക്കുകയും ആ 9 കുട്ടികളിലെ നമ്മുടെ ദേവിയുടെ സന്നിധിയിലിരുത്തിക്കൊണ്ട് പൂജിക്കുന്ന ഒരു സംവിധാനമാണ് അത്. ആ രീതിയിലുള്ള പരിപാടികൾ കൂടി ഈ പ്രാവശ്യമാണ് അത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസപരമായും അത് കലാപരമായിട്ടുമുള്ള എല്ലാ രീതിയിലുള്ള ഉയർച്ചയ്ക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള പരിപാടികളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ, ഇത്രയും വിപുലമായുള്ള ഈ പരിപാടികളിലെല്ലാം തന്നെ നമ്മുടെ ദേവിയുടെ അനുഗ്രഹം, നമ്മൾ പാട്ടുപുരക്കാവ് ദേവീക്ഷേത്രം എന്ന് പറയുമ്പോൾ, ദേവി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ പ്രത്യേകിച്ച് അറിയാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു വലിയൊരു അനുഗ്രഹം ദേവിയിൽ നിന്നും ഈ പ്രദേശത്തുള്ള പ്രദേശവാസികൾക്ക് അകമഴിഞ്ഞ് തന്നെ വളരെ ഇതായിട്ട് ഭംഗിയായിട്ട് ലഭിക്കുന്ന കാര്യം കൂടി നമുക്കറിയാം. അതുകൊണ്ട് ഈ നവരാത്രി കാലം നമുക്ക് എല്ലാവർക്കും കൂടി വളരെ വിപുലമായിട്ട് നമുക്ക് ആഘോഷിക്കാമെന്ന് കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം.